ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് കൃഷ്ണലീലാ സംഗ്രഹമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. റാണിമാർക്കെല്ലാം ആരാധ്യനായിരുന്ന ഒരേ ഒരു വ്യക്തി കൃഷ്ണനാണ്. ആകർഷകമായിരിക്കുന്ന ശ്യാമളവർണ്ണവും താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളും ഉള്ള പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ അവർ സദാ മുഴുകിയിരുന്നു. കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ ആമഗ്നരായി അവർ പലപ്പോഴും മൗനം പൂണ്ടിരുന്നു. ചിലപ്പോൾ ഭാവത്തിൻ്റെയും അനുഭാവത്തിൻ്റെയും പരമാനന്ദത്തിൽ ഉന്മാദ അവസ്ഥയിലെത്തിയവരെ പോലെ സംസാരിച്ചിരുന്നു. തടാകങ്ങളിലും നദികളിലും കൃഷ്ണനോടൊത്ത് തങ്ങൾ നടത്തിയ ലീലകളുടെ പരമാനന്ദത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പോലും അവർ വർണ്ണിച്ചിരുന്നു. അവരുടെ സംഭാഷണ രീതി ഏതാണ്ട് ഇപ്രകാരമായിരുന്നു. റാണിമാരിൽ ഒരുവൾ കുരരി പക്ഷിയോട്, പ്രിയപ്പെട്ട കുരരി, രാവേറെ ചെന്നിരിക്കുന്നു, എല്ലാവരും ഉറക്കമായി, ലോകം നിശ്ചലവും പ്രശാന്തവുമാണ്, ഇപ്പോൾ പരമപുരുഷൻ നിദ്രയിലാണ്. എങ്കിലും ഏതവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അചഞ്ചലമാണ്. അപ്പോൾ നീ എന്താണ് ഉറങ്ങാത്തത്? എന്തിനാണ് രാത്രി മുഴുവൻ നീ വിലപിക്കുന്നത്? പരമപുരുഷന്റെ താമരക്കണ്ണുകളിൽ നീയും ആകർഷയാണോ? എന്നെപ്പോലെ തന്നെ നീയും അദ്ദേഹത്തിന്റെ വശ്യമായ പുഞ്ചിരിയിലും ചടുലതയിലും ഭ്രമിച്ചിരിക്കുകയാണോ? ചടുലത, പരമപുരുഷന്റെ പെരുമാറ്റം എൻ്റെ ഹൃദയത്തെ പോലെ നിന്റെ ഹൃദയത്തെയും ബാധിച്ചിരിക്കുന്നു. ചക്രവാകി, നീ എന്താണ് കണ്ണടച്ചിരിക്കുന്നത്? വിദേശത്തെങ്ങാനും പോയിരുന്ന പ്രിയനെ അന്വേഷിക്കുകയാണോ? നീ എന്തിനാണ് ഇത്ര ദയനീയമായി കരയുന്നത്? അയ്യോ, നീ അത്യന്തം ദുഃഖിതയാണെന്ന് തോന്നുമല്ലോ. അതോ ഇനി പരമപുരുഷന്റെ നിത്യദാസിയാകാൻ എനിക്ക് സമ്മതമാണോ? അഥവാ നിനക്കും സമ്മതമാണോ? പരമപുരുഷന്റെ പാദപത്മങ്ങളിൽ ഒരു മാലയർപ്പിച്ചിട്ട് അതെടുത്ത് മുടിയിലണിയാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുന്നുവല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ പരമാനന്ദം നൽകുന്ന ഏതെങ്കിലും വിധത്തിൽ അനുഭവം ആരെങ്കിലുമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലത്തെല്ലാം നമുക്ക് പരമാനന്ദത്തെ നൽകുന്ന വിധത്തിൽ അതിൻ്റെ ഓർമ്മകളെ സ്വരൂപിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിക്കാൻ സാധിക്കും എന്നർത്ഥം. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള ആ സാന്നിധ്യം അനുഭവിച്ചിരുന്ന ഈ സഹധർമ്മിണികൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അങ്ങനെയാണ്. എല്ലാ മനുഷ്യർക്കും ഈ കഴിവുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് പരമാനന്ദത്തെ, മനസ്സിന് പോലും കുളിർമ നൽകുന്ന ആനന്ദത്തെ നൽകുന്ന ഏതെങ്കിലും വിധത്തിൽ അനുഭവങ്ങൾ ആരെങ്കിലും ചേർന്നിട്ടോ സംഘത്തിൽ നിന്നോ സമ്പർക്കത്തിൽ നിന്നോ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് പരമാനന്ദത്തെ നൽകുന്ന അനുഭവം ഉണ്ടാകും. അതാണ് പ്രസാദേ സർവ്വദുഃഖാനം ഹാനിരസ്യോപജായത എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതായത് എൻ്റെ മനഃപ്രസാദം ലഭിച്ചവർക്ക് അത് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം, ആനന്ദ അനുഭവം ഏത് കാലത്തും എപ്പോൾ നമ്മൾ അതേപ്പറ്റി സ്മരിക്കുന്നുവോ അപ്പോൾ അത് അനുഭവിക്കാൻ സാധിക്കും. ഇതേ പ്രക്രിയ നെഗറ്റീവ് ചിന്തകൾക്കും ഉണ്ട്. നമുക്ക് ആരെങ്കിലും ഇല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സമ്പർക്കദോഷം കൊണ്ടോ സംഘദോഷം കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ വാക്കുകളാൽ പോലും വേദനിപ്പിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അതേപ്പറ്റി ചിന്തിക്കുകയോ അതേപ്പറ്റി ഓർമ്മിക്കാതിരിക്കില്ല. കാരണം മറന്നുപോയാലും ആ മനസ്സിൻ്റെ തലങ്ങളിൽ നിന്ന് എങ്ങോട്ടും പോകില്ല. അത് മനസ്സിൻ്റെ മാലിന്യങ്ങളായിട്ട് ചില ദിവസങ്ങളിലൊക്കെ പൊങ്ങി വരും. അതുകൊണ്ടാണ് നമുക്ക് ചില ദിവസങ്ങളിൽ മൂഡൗട്ട് അഥവാ വിഷമം ഉണ്ടാകാൻ കാരണം. അപ്പം നല്ല ചിന്തകളായാലും ചീത്ത ചിന്തകളായാലും നല്ല അനുഭവങ്ങളായാലും ചീത്ത അനുഭവങ്ങളായാലും അത് ഏതെങ്കിലും കാലത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും അനുഭവപ്പെടുന്നർത്ഥം. അപ്പം ഏറ്റവും നല്ലതെന്താ? നമുക്ക് നല്ല ചിന്തയും നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും അനുഭവിച്ച് അത് നിത്യമായിട്ട് നിലനിർത്താൻ സാധിച്ചാൽ അതാണ് ജീവൻ മുക്തഭാവം എന്ന് പറയുന്നത്.
ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കർമ്മബന്ധനങ്ങൾ, അത് വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകുന്നതൊക്കെ ആനന്ദപ്രദമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് ജീവിതം ആനന്ദമയമാക്കി മാറ്റും. അനായാസന ജീവിതം നയിക്കണമെങ്കിൽ ഈ ഒരു പോസിറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും അത് അനുഭവിക്കാൻ തയ്യാറാകുകയും വേണം. അതിന് ഉള്ള അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. എന്ന് വെച്ചാൽ അവിദ്യാദി ദോഷങ്ങൾ ബാധിക്കാതെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നടപ്പിലും എടുപ്പിലും വ്യവഹാരത്തിലും എല്ലാം നമ്മൾ അത് സാർത്ഥകമാക്കുക. അനുഭവത്തിൽ ഇല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ എത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് കാലത്തും അത് അനുഭവിക്കാൻ സാധിക്കും. അതനുഭവിച്ച് നമ്മൾ കഴിഞ്ഞ ഭൂതകാലത്തിലായാലും വേണ്ടില്ല, അത് നമുക്ക് അയവിറക്കാൻ സാധിച്ചാൽ ആ നിമിഷവും നമുക്ക് പരമാനന്ദപ്രദമായിരിക്കും. എല്ലാ കാലം നമ്മളെ കാത്തു നിൽക്കാറില്ല. അപ്പം ഈ ഭാര്യമാർക്കോ ഇല്ലേ ഗോപികമാർക്കോ ഭഗവാന്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കാൻ സാധിച്ചിരുന്ന അനുഭൂതികൾ അവർ ജീവിതകാലത്തിൽ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും അത് ചിന്തിക്കാനോ മനസ്സിൽ അത് പൊങ്ങി വന്ന് അത് ചിന്താശകലങ്ങളെ വെച്ചുകൊണ്ട് അവർ പരമാനന്ദത്തെ അനുഭവിച്ചിരുന്നു. അതാണ് ജീവിതത്തിലെ ഭക്തിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഭാവം എന്ന് നമ്മൾ അനുഭവിച്ചറിയണം. നമ്മുടെ പൊതുവേ ആസുരീഭാവം വളർന്ന ഈ നെഗറ്റിവിറ്റിയാണ് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്നും ഈ പറയുന്ന ദുരിതക്ലേശങ്ങളെ പറ്റിയുള്ള ഉറക്കം വരാതെ പോലും കിടക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകളാണ്. അതേസമയം പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ നമുക്ക് അനായാസേന വിശ്രമത്തിലേക്ക് എത്താനും എളുപ്പമായിരിക്കും. അതേസമയം വിഷമിപ്പിക്കുന്ന ചിന്തകളുണ്ടായാൽ അതിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകാൻ തന്നെ വളരെ വിഷമമാണെന്നർത്ഥം. അപ്പം ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ പോസിറ്റീവ് ചിന്തകൾ സ്വരൂപിക്കാൻ ശ്രമിക്കണം എന്നർത്ഥം. നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അനുഭവവും നല്ലത് തന്നെയായിരിക്കും. അതേസമയം നമ്മൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോയി നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്താൽ അത് നമ്മളെ ഉറക്കം വരെ കെടുത്തും. സമാധാനത്തോടെ ശാന്തിയോടുകൂടി ഒരു കാര്യം സ്വധർമ്മം പോലും അന്വേഷിക്കാൻ ഇല്ല യഥാവിധി അനുഭവിക്കാനോ ഇല്ലെങ്കിൽ അത് അനുഷ്ഠിക്കാനോ നമുക്ക് സാധിക്കാതെ വരും എന്നുള്ളതാണ് അതിലെ സത്യം. അപ്പം ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ഒരാൾ അസ്വസ്ഥമായിരുന്നാൽ മതി, അത് ഓട്ടോമാറ്റിക് ബാക്കിയുള്ളവരിലേക്ക് കൂടെ സ്പ്രെഡാകും എന്നതിൽ പടർന്ന് പന്തലിക്കും. ആരൊക്കെ ആയിട്ട് ഈ വ്യക്തി സമ്പർക്കം ഉണ്ടാക്കുന്നു അവരിലേക്കൊക്കെ ഈ നെഗറ്റിവിറ്റി പടരാനിടവരും. അപ്പം അതിന് ഇടവരുത്താതിരിക്കാനാണ് ഭഗവാന്റെ ദിവ്യമായ ജന്മവും കർമ്മവും നമ്മൾ വേണ്ട വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് പ്രായോഗിക തലത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കണം. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടുവരാൻ സാധിക്കണം. അതിൻ്റെ ഒരു മനോഹാരിതയാണ് ഇവിടെ ഗോപികമാർ ഇല്ലെങ്കിൽ ഭഗവാന്റെ ഭാര്യമാരായിട്ട് ജീവിച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരെല്ലാം ജീവിതകാലത്ത് അനുഭവിക്കാൻ അവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാരണം. അപ്പോൾ തൻ്റെ അനുഭവങ്ങൾ മറ്റു പക്ഷികളോടോ ഇല്ലെങ്കിൽ മറ്റുള്ള വെറുതെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ മൗനമായിട്ട് ഇരുന്നു കൊണ്ട് അതേപ്പറ്റി സംവാദം നടത്തുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെ മറ്റുള്ളവരോട് പറയുന്ന രീതിയിൽ നമ്മളത് അനുഭവിച്ചറിയുക. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിന് സങ്കല്പത്തിന് നിമിത്തമായിക്കൊണ്ട് ഒരു പക്ഷിയോ ഇല്ലേ ചക്രവാകത്തിനോട് സംസാരിക്കുന്ന പോലെയൊക്കെ ഇല്ലേ സാഗരത്തോട് സംസാരിക്കുന്ന പോലെ ഒരു പൂവിനോട് സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് അതിനെ സങ്കല്പിക്കാൻ സാധിക്കും എന്നർത്ഥം. നമ്മുടെ സന്തോഷവും ദുഃഖവും അങ്ങനെ പങ്കുവയ്ക്കാൻ സാധിക്കും. ദുഃഖങ്ങളുണ്ടെങ്കിലും പോലും മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇന്നത്തെ കാലത്ത് ആരും ക്ഷമയോടെ കേട്ടിരിക്കാനൊന്നും, പ്രത്യേകിച്ച് നെഗറ്റിവിറ്റി ആണെങ്കിൽ സന്തോഷമുള്ളതാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ കേട്ടുന്നിരിക്കും. ദുഃഖമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതൊന്നും കേട്ട് ഇരിക്കുകയില്ല, അത് ബോറടിപ്പിക്കുമെന്ന് പറയും. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അതുകൊണ്ട് ആ ഒരു അനുഭവം നമുക്ക് ഈ പ്രകൃതിയോട് തന്നെ പങ്കുവയ്ക്കാവുന്നതാണ്. പ്രകൃതി വസ്തുക്കളോട്, പ്രകൃതി ജീവജാലങ്ങളോട് സംവദിക്കാം. അതിൻ്റെ രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ ഭാര്യമാരെ സ്ത്രീകള് സാഗരത്തോട് സംസാരിക്കുന്നു, ചക്രവാകത്തോട് സംസാരിക്കുന്നു, പക്ഷിയോട് സംസാരിക്കുന്നു. തൻ്റെ പോസിറ്റിവിറ്റി അനുഭവങ്ങളെയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അവിടെ നെഗറ്റിവിറ്റി അല്ല പങ്കുവയ്ക്കുന്നത്. ഇവിടെ മഹാസാഗരത്തോട് ഒരു ഗോപിക പറഞ്ഞു, നീ എന്താണ് രാപ്പകൽ ഇങ്ങനെ കിടന്ന് അലറുന്നത്? ഒരു മഹാസാഗരത്തിൻ്റെ പ്രക്രിയ 24 മണിക്കൂറും ജനിച്ചപ്പോൾ മുതൽ സൃഷ്ടികാലം തൊട്ട് അവസാനം വരെ നിരന്തരം അലറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് സമുദ്രത്തിനുള്ളത്.
അതുകൊണ്ട് സമുദ്രത്തോട് ഈ ഗോപിക ചോദിക്കുന്നു, ഈ രാപ്പകൽ നീ എന്തിനാണ് കിടന്ന് അലറുന്നത്? നിനക്ക് ഉറങ്ങാൻ ഇഷ്ടമല്ലേ? ഒരു നിമിഷം പോലും ഉറങ്ങുക, ശാന്തം ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ കടലെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇല്ല എന്നർത്ഥം. അപ്പോൾ നിനക്ക് ഉറക്കമില്ലായ്മ പിടിപെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അഥവാ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ നിന്റെ സഹജമായിരിക്കുന്ന ഗാംഭീര്യവും സഹനശക്തിയും എൻ്റെ പ്രിയപ്പെട്ട ശ്യാമസുന്ദരൻ അഥവാ ആ കൃഷ്ണ ഭഗവാന് തന്ത്രപൂർവം നിന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞിരിക്കുന്നതാണ് കാരണം എന്ന് കരുതാം. ഇതുകൊണ്ടാണ് നിനക്ക് ഉറക്കമില്ലായ്മ പിടിപെട്ടത്. എന്നാൽ ഈ രോഗത്തിന് മരുന്നില്ലെന്ന് ഞാൻ സംഭവിക്കുന്നു. അപ്പൊ സമുദ്രത്തിന്റെ ഈ അലർച്ചയോ ഈ നിരന്തര ചലനാത്മകമായ പ്രക്രിയയോ ഇല്ലാതാക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട ചന്ദ്രദേവ, പിന്നെ ചന്ദ്രദേവനോടാണ് സംസാരിക്കുന്നത്. അങ്ങേക്ക് കഠിനമായ ക്ഷയരോഗം പിടിപെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ ക്ഷയിക്കുന്ന അവസ്ഥയും പിന്നെ നന്നായിട്ട് പോസിറ്റിവിറ്റി ക്രിയേറ്റായി പൂർണ്ണചന്ദ്രനായിട്ട് മാറിയാലും പിന്നെയും ക്ഷയിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ക്ഷയരോഗം എന്ന് പറയുന്നത് എന്താ? നിരന്തരം ശരീരത്തെ ക്ഷയിപ്പിക്കുന്നത് എന്താണോ അതിനെയാണ് ക്ഷയരോഗം എന്ന് പറയുക. ഇപ്പൊ ചന്ദ്രന്റെ പ്രഭാവത്തെ 15 ദിവസം അതിന്റെ അങ്ങേറ്റത്തെ ഉത്കർഷ്ടത്തിലേക്ക് എത്തുകയും പിന്നത്തെ 15 ദിവസം അത് താഴേക്ക് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. അപ്പൊ ക്ഷയരോഗം ബാധിച്ചതായിട്ടാണ് ചന്ദ്രനെ ഇവിടെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഈ ക്ഷയരോഗം പിടിപെട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങ് ദിനം പ്രതി ഇങ്ങനെ ശോഷിച്ചു വരുന്നത്. പ്രിയപ്പെട്ട ദേവ, ഇപ്പോൾ അങ്ങയുടെ രശ്മികൾക്ക് ഇരുട്ട് അകറ്റാൻ തീരെ കഴിവില്ല. അങ്ങ് അത് മാത്രം അത്രമാത്രം അവശനായിരിക്കുന്നു. അതോ ഇനി എന്നെപ്പോലെ അങ്ങും ഭഗവാൻ ശ്യാമസുന്ദരന്റെ അത്ഭുതകരമായ ചടുലതകളിൽ സ്തബ്ധനായിരിക്കുകയാണോ? ഈ കഠിനമായിരിക്കുന്ന ഉത്കണ്ഠയെ അങ്ങയുടെ ഗൗരവത്തിന് കാരണം എന്താണെന്ന് വെളിപ്പെടുത്തിയാലും. രജതാചലത്തിൽ നിന്ന് വരുന്ന പവന ഇനി വായുവിനോടാണ് സംസാരിക്കുന്നത്. കൃഷ്ണനെ കാണുവാനുള്ള എൻ്റെ കാമാർത്തിയെ ഉദ്ദീപിപ്പിക്കുന്ന എന്ന് നിർബന്ധം പിടിക്കാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? പരമപുരുഷന്റെ കിടിലതന്ത്രങ്ങൾ മൂലം ഞാൻ ഇപ്പോഴും വ്രണപ്പെട്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നുണ്ടോ? എൻ്റെ ഹിമാലയൻ കാറ്റെ, ഞാൻ ഇപ്പോൾ തന്നെ അവശയാണെന്നറിഞ്ഞാൽ എന്നെ കൂടുതൽ മുറിപ്പെടുത്തേണ്ടതുണ്ടോ? അപ്പം ഈ പ്രകൃതിയോട് നമ്മുടെ നെഗറ്റിവിറ്റി നമ്മൾ ഏത് ഭാവത്തിനാണോ വർത്തിക്കുന്നത് അത് മറ്റുള്ളവരോട് സംസാരിച്ചാലും അതേ ഭാവത്തിലായിരിക്കും വർത്തിക്കുക. അതാണ് ഇവിടെ വായുവിനോടും പഞ്ചഭൂതങ്ങളോടൊക്കെ സംസാരിക്കുന്നതായാലും സാഗരത്തിനോട് സംസാരിക്കുന്നതുമായിട്ട് ഒക്കെ കണക്കാക്കുമ്പോൾ ഇതിനെല്ലാം ആ ശ്യാമസുന്ദരൻ തന്നെയാണ് അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുക. അപ്പം നിൻ്റെയും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണം, ഇല്ലേ നിന്റെ വിഷമത്തിന് കാരണം, നിന്റെ ഈ മൗഢ്യത്തിന് കാരണം, നിനക്ക് വന്നിരിക്കുന്ന ക്ഷയരോഗത്തിന് ക്ഷയിക്കാനുള്ള വ്യവസ്ഥയ്ക്ക് കാരണം, എനിക്കുണ്ടാക്കിയ മാനസിക ക്ഷതം പോലെ ഉണ്ടാക്കിയ ശ്യാമസുന്ദരൻ തന്നെയാണോ കാരണം എന്ന് ഈ പ്രകൃതിയോട് തന്നെ ചോദിക്കുന്ന ഒരവസ്ഥ ഗോപികുമാർ ഇവിടെ നമ്മളെ അനുഭവിപ്പിച്ച് കാണിക്കുകയാണ്. അതുകൊണ്ട് മനോഹരമായിരിക്കുന്ന കാർമേഘത്തോട് പറയുന്നു, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന എൻ്റെ ശ്യാമസുന്ദരൻ്റെ നിറമാണ് നിനക്ക്. എൻ്റെ നാഥനായിരിക്കുന്ന യദുവംശ മുഖ്യനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ അത്യന്തം പ്രിയപ്പെട്ടവനായിരിക്കും. അതിനാൽ നീയും എന്നെപ്പോലെ ധ്യാനത്തിലിരിക്കും. ശ്യാമസുന്ദരന് വേണ്ടിയിട്ട് നിന്റെ ഹൃദയം കൊള്ളുകയായിരിക്കാം. അവനെ കാണാൻ നീ അത്യന്തം ആകാംക്ഷഭരിതനായിരിക്കാം. നിന്റെ നയനങ്ങളിൽ നിന്നും ബാഷ്പകണങ്ങൾ വഴുതി വീഴുന്നുവല്ലോ. എൻ്റെ സ്ഥിതിയും അത് തന്നെ. പ്രിയപ്പെട്ട കാർമേഘമേ, ശ്യാമസുന്ദരനുമായിട്ട് ഉറ്റബന്ധം സ്ഥാപിക്കുക എന്നാൽ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ വിലക്ക് കൊടുത്ത് വാങ്ങുകയാണെന്നർത്ഥം. അപ്പം ഈ ഈശ്വരനെ എന്തിനോടാണെങ്കിൽ ലിമിറ്റ് കൂടുതലും അമത വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നൊരു സൂചന കൂടി ഇതുകൊണ്ട്. അപ്പം നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഈ ശ്യാമസുന്ദരനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് അത് ശാശ്വതമായിട്ട് കിട്ടുന്നതാണ് എന്ന് വിചാരിച്ച് ഭൗതിക തലത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ആണ് ഈ ദുഃഖത്തിന് കാരണം എന്ന നിഗമനത്തിൽ മേഘത്തോട് സംസാരിക്കുമ്പോൾ ഈ ഗോപിക എത്തുകയാണ്. അപ്പം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമൊക്കെ നമ്മൾ പ്രകൃതിയോട് തന്നെ ബന്ധപ്പെട്ടാൽ അതിൽ നിന്ന് അതിനുള്ള ചോദ്യവും ഉത്തരവും അതിൽ നിന്ന് തന്നെ നമുക്ക് സമാധാന മാർഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം ഈ പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടിട്ടെല്ലാം ആ ഭഗവാന്റെ ചൈതന്യം കൊണ്ടായതുകൊണ്ട്
അവിടെ ഭഗവാൻ പോസിറ്റിവിറ്റിയോ ക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവ് തിങ്കിങ്ങോടെ അല്ലെങ്കിൽ ആ ചിന്തയോടെ ആ ശക്തി ചൈതന്യവത്തായിട്ട് തന്നെ എല്ലാത്തിലും വിളങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ഏത് ഭാവത്തിലും ഏത് രാഗത്തിലും ഏത് സമയത്തും അതുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് സമാധാനം, അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന് നിത്യസമാധാനം അനുഭവിക്കാൻ സാധിക്കും എന്നിവിടെ സൂചനയുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനോടാണെങ്കിലും അമോദാബന്ധം കൂടുതൽ വെച്ചാൽ അത് ഈ പറയുന്ന വിരഹ ദുഃഖത്തിന് കാരണം, ദുഃഖത്തിനും അതാണ് ഏറ്റവും വലിയ ദോഷം. നമുക്ക് കർമ്മവാസനയോ ഇല്ലെങ്കിൽ സംഘദോഷമോ സമ്പർക്കദോഷമോ ഉണ്ടാകാൻ കാരണം എന്താ? അതിനോട് സംഘവും സമ്പർക്കവും മമതാബന്ധം കൂടുതൽ വയ്ക്കുന്നതുകൊണ്ടാണ് അത് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരിക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാധാരണയായിട്ട് കുയിൽ കാക്കുന്ന രാത്രിയുടെ അന്ത്യയാമത്തിലോ കുയില് ഒച്ച വയ്ക്കുന്നത് ഈ രാത്രികാലത്തോ ഇല്ലേ പ്രഭാതത്തിലോ ആയിരിക്കും. നിശാന്ത്യത്തിൽ കുയിൽ കൂകുന്നത് കേൾക്കുമ്പോൾ റാണിമാർ പറയും, പ്രിയപ്പെട്ട കുയിലെ, നിന്റെ നാദം എത്രയോ മധുരമാണ്. നിന്റെ നാദം കേൾക്കുമ്പോൾ ഞാൻ ശ്യാമസുന്ദരനെ ഓർക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം അമൃത് നിറഞ്ഞതാണ്. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വേർപാട് മൂലം മൃതപ്രായരായി കഴിഞ്ഞവർക്ക് പുതുജീവൻ പകർന്നു നവോന്മേഷ അരുളാൻ ശക്തിയുള്ളതാണ് ആ നാദം. അതിനാൽ ഞങ്ങൾക്ക് നിന്നോട് കടപ്പാടുണ്ട്. നിനക്ക് ഞങ്ങൾ എങ്ങനെയാണ് സ്വാഗതം അരുളേണ്ടത്? അഥവാ എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്താണ് കൂടുതൽ ചെയ്യാൻ കഴിയുക? അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഏതു ഭാവത്തിലാണോ ഈ പ്രകൃതിയോട് നമ്മൾ സംഘമുണ്ടാക്കുന്നത്, മമതാബന്ധം വയ്ക്കുന്നത്, അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത്, അതേ ഭാവത്തിൽ പ്രകൃതിയിലെ എല്ലാവിധ ഘടകങ്ങളും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. സദാ തദ്ഭാവം അവിതാഹ എന്ന് ഗീതയിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശലക്ഷ്യം ഇതാ. നമ്മൾ ഏത് ഭാവത്തിൽ എന്തിനെ സമീപിക്കുന്നോ അതേ ഭാവത്തിലായിരിക്കും അതും വർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.